നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതിമാരെ ആക്രമിച്ചയാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേലാഘോഷം ഭക്തിനിർഭരമായി. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നതിനെതിരെ ചെമ്മാപ്പള്ളിയിൽ BJP സമരം. വാർത്തകളിലേക്ക് വിശദമായി. സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന ദമ്പതിമാരെ വാഹനം തടഞ്ഞ് ആക്രമിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടപ്പരത്തി മുറിയപുരയ്ക്കൽ സുമിത്തിനെയാണ് വലപ്പാട് SI എബിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 26 രാത്രി വാടനപ്പള്ളി കുട്ടമുഖം സ്വദേശി ബിജുവും ഭാര്യയും സ്കൂട്ടറിൽ വട്ടപ്പരത്തി ക്ഷേത്രത്തിനടുത്ത് എത്തിയപ്പോൾ സ്കൂട്ടറിൽ വന്ന സുമിത് ദമ്പതിമാരുടെ വാഹനം തടഞ്ഞു നിർത്തി വെട്ടുകത്തി ഉപയോഗിച്ച് ബിജുവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വഴക്ക് പറഞ്ഞത് ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം. ഒളിവിലായിരുന്ന സുമിത്തിനെ റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വട്ടപ്പരത്തിയിൽ നിന്നാണ് പിടികൂടിയത്. ഇയാളുടെ പേരിൽ വധശ്രമ കൊലപാതക കേസുകൾ ഉൾപ്പെടെ 8ഓളം കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രൊബേഷൻ SI ജിഷ്ണു, ASI ചഞ്ചൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രബിൻ, ലെനിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ റനീഷ്, മുജീബ് എന്നിവരും സുമിത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയോടനുബന്ധിച്ച് ഭരണിവേല ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ കോലങ്ങളും മേളങ്ങളും ആനയും കാവടിയും ശിങ്കാരിമേളവും ഭരണിയെ വർണ്ണാഭമാക്കി. ദാരികനും കാളിയും കളി, കുതിരകളി എന്നിവ നടന്നു. അതിനുശേഷം 7 ദിവസം നീണ്ടുനിന്ന കമ്പരാമായണം പാവക്കൂത്ത് രാമശര സമർപ്പണത്തോടെ അവസാനിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് ഊണുങ്ങൽ, സെക്രട്ടറി മിഥുൻ CM, ജോയിന്റ് ട്രഷറർ അനൂപ് തൊട്ടാരത്ത്, വൈസ് പ്രസിഡന്റ് പ്രതീഷ് ശാർക്കര, ജോയിന്റ് സെക്രട്ടറി സുമേഷ് പാണാട്ടിൽ, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സുമിത്രൻ തൊട്ടാരത്ത്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പ്രകാശൻ കിഴക്കേപ്പുരയ്ക്കൽ, മനോജ് കൂടക്കര, ശ്യാമളാദേവി കിഴക്കേടത്ത്, ബാലൻ നായർ പാണാട്ടിൽ, സുജിത്ത് കിളിയന്ത്ര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് പുഴങ്കരയിലെത്ത് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, പഞ്ചായത്ത് അംഗങ്ങളായ ബീന സുരേന്ദ്രൻ, ജിനൂബ് അബ്ദുൾ റഹ്മാൻ, ഖദീജ പുതിയ വീട്ടിൽ, PK സുകന്യ, സിബിൻ അമ്പാടി, മിനി അരയങ്ങാട്ടിൽ, PH അബ്ദുള്ള, സാഗർ മിത്ത ബുഷ്ര എന്നിവർ സംസാരിച്ചു. 4,80,000 രൂപ ചെലവഴിച്ച് 12 പേർക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. ആലപ്പാട് പുള്ള് സർവീസ് സഹകരണ ബാങ്ക് അംഗസമാശ്വാസ നിധിയും റിസ്ക് ഫണ്ട് വിതരണവും നടത്തി. സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടയ്ക്കുന്ന റിസ്ക് ഫണ്ടിൽ അംഗമായിട്ടുള്ളവർ മരണമടഞ്ഞാലോ ഗുരുതര അസുഖം ബാധിച്ചാലോ നൽകുന്ന റിസ്ക് ഫണ്ട് ആനുകൂല്യവും അംഗങ്ങൾക്ക് ഗുരുതര രോഗം ബാധിച്ചാൽ നൽകുന്ന അംഗസമാശ്വാസ നിധിയുമാണ് വിതരണം ചെയ്തത്.
ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KV ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ വിനീത ബെന്നി, രജനി തിലകൻ, ഷില്ലി ജിജുമോൻ, PK ഓമന, ബാങ്ക് വൈസ് പ്രസിഡന്റ് KS ശേഖേഷ്, സെക്രട്ടറി KF ജിജോ എന്നിവർ സംസാരിച്ചു. 11 അംഗങ്ങൾക്കായി 4.5 ലക്ഷം രൂപയുടെ സഹായമാണ് നൽകിയത്. അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുംഭമാസത്തെ ഷഷ്ഠി സമുചിതമായി ആചരിച്ചു. രാവിലെ ഉഷപൂജ, വിശേഷാൽ അഭിഷേകങ്ങൾ, അമ്മമാരുടെ ഭജന എന്നിവയുണ്ടായിരുന്നു. ചടങ്ങുകളിൽ ഷഷ്ഠി വ്രതമെടുത്ത നിരവധി ഭക്തർ പങ്കെടുത്തു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനം നടന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനത്തുപറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, ഗോപി ചോണാട്ട്, ബാലൻ വള്ളൂക്കാട്ടിൽ, ഭുവനൻ തണ്ടാശ്ശേരി, മാതൃസംഗമം പ്രസിഡന്റ് വസന്ത ഭുവനൻ, മറ്റ് മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318Dയുടെ ക്ലോത്ത് ബാങ്ക് പദ്ധതി പ്രകാരം പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് പാലക്കാട് ഡ്രീം സിറ്റി നൽകിയ പുതിയ വസ്ത്രങ്ങൾ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ ആരംഭത്ത് വിതരണം ചെയ്തു.
മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും അഡ്വൈസറി കമ്മിറ്റി മെമ്പറുമായ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ ആൻഡോ തുറയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സൽഗുണൻ, വാടനപ്പള്ളി ലയൺ ലീഡർ കെ.ആർ. മോഹനൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് വി.കെ. മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നതിനെതിരെ ബി.ജെ.പി. ചെമ്മാപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സി.ആർ. രാധിക അധ്യക്ഷത വഹിച്ചു. ഇ.പി. ഹരീഷ്, ചന്ദ്രൻ കൂട്ടാല, ടി.ജി. രതീഷ്, ബി.ബി. വിനോബ്, മധു തൈവളപ്പിൽ, ബാബുരാജ് പൂക്കാട്ട്, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചെമ്മാപ്പള്ളി ഉണ്ണിമാറിമംഗലം ക്ഷേത്ര പരിസരം ഉൾപ്പെടെ താന്യം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ തള്ളുന്നുണ്ട്. ഇതുമൂലം സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നുണ്ടെന്നും പലതവണ പരാതി നൽകിയിട്ടും താന്യം പഞ്ചായത്ത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. ശുചിമുറി മാലിന്യം രാത്രികാലങ്ങളിൽ പതിവായി വഴിയരികിൽ തള്ളുന്നുണ്ട്. ഇതിനെതിരെയും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ബി.ജെ.പി. ആരോപിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു. എടത്തിരുത്തി കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു മുഖ്യാതിഥിയായി. കൃഷി ഓഫീസർ കെ.എ. മേഘ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാസന്തി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി.എസ്. ജിനേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഷാനവാസ്, സജീഷ് സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 7 പഞ്ചായത്തുകളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മളത് കൊടുക്കുന്നു. ഇന്നിവിടെ നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് 36 JLG ഗ്രൂപ്പുകൾക്കാണ് പച്ചക്കറി തൈ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാരും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ്. നമ്മുടെ വീട്ടിൽ സ്വന്തമായി നമുക്ക് ആവശ്യമായ പച്ചക്കറിയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിൽ നല്ലൊരു കൃഷിയിടം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചൂലൂർ നടുപ്പറമ്പിൽ ദേവസ്വം ഭുവനേശ്വരി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് കളംപാട്ട് നടന്നു. രാവിലെ ഗണപതി ഹവനം, ഭുവനേശ്വരി പൂജ, പരിവാരസമേതം പൂജ, ഗുരുമുത്തപ്പന്മാർക്ക് കളം, മധ്യാഹ്നം പൂജ, ഉച്ചയ്ക്ക് ഗുരുമുത്തപ്പന്മാരുടെ നൃത്തം, കൽപ്പന, വൈകിട്ട് ദീപാരാധന, രാത്രി അത്താഴ പൂജ, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, പാട്ടുത്സവം, വിഷ്ണുമായ സ്വാമിയുടെ നൃത്തം, കൽപ്പന എന്നിവ നടന്നു. ക്ഷേത്രം രക്ഷാധികാരി N.K. കരുണാകരൻ, പ്രസിഡന്റ് N.K. വിനോദൻ, സെക്രട്ടറി N.S. സജീവ്, ട്രഷറർ N.S. അജിത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 7 വെള്ളിയാഴ്ചയാണ് ഉത്സവം. ഭഗവതിയെ തൊഴുതു വന്ദന കഴിഞ്ഞു. അവിടെ നിന്ന് കൃഷ്ണനെന്നും ബാലനെന്നും രണ്ടല്ലോ മക്കൾ. മണ്ണുകുത്തി ദേശങ്ങൾ ഇടാകടന്ന് വഴിപോരുന്നുണ്ട്. പട്ടിക്കാട് പേട്ട പാണമഞ്ചേരികളൊക്കെ ഇടാകടന്ന് വഴിപോരുമ്പോ അന്ന് അസമന്നം പാർത്തു പിറ്റേ നാട് ഗംഗശാലം നിലമിഴം പുലരുമ്പോ കൃഷ്ണനെന്നും ബാലനെന്നും രണ്ടല്ലോ മക്കള്. മലയാളം വിട്ടു പാണ്ഡി പരദേശത്തിലേക്ക് ഇടകടന്ന് വഴിപോരുന്ന കാലം. മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെൻസ്ട്രുവൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശംഭരൻ, മെമ്പർമാരായ ധർമ്മൻ പറത്താട്ടിൽ, ഷേളി റാഫി, ബിന്ദു സതീഷ്, കൃഷ്ണേന്ദു സജിത്ത്, കവിത രാമചന്ദ്രൻ, സിമി പ്രദീപ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫെസിലിറ്റേറ്റർ സൂര്യപ്രിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് സിന്ധു എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം സ്വദേശിയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും കാലടി കവർച്ചാ കേസിലെ പ്രധാന പ്രതിയുമായ പെരിഞ്ഞനം സ്വദേശി പുഴങ്കരയിലത്തെ വീട്ടിൽ അനീസിനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. കാലടി കവർച്ചാ കേസിന് പുറമെ മതിലകം, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം ഉൾപ്പെടെ 8ഓളം ക്രിമിനൽ കേസുകളെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് അനീസിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ KS സൂരജ്, സജീഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഷിജു,
പ്രവീൺ ഭാസ്കർ, മുഹമ്മദ് ഫാറൂഖ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്ത് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമായിരുന്ന NC ശങ്കരന്റെ ചരമവാർഷിക ദിനം CPI ആചരിച്ചു. അനുസ്മരണ പ്രഭാഷണം CPI സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PK ശ്രീജി അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ, MB സുരേഷ്, ജോഷി ബാബു, CPI താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PR ഷിനോയ്, അസിസ്റ്റന്റ് സെക്രട്ടറി PM മധുലാൽ എന്നിവർ സംസാരിച്ചു. കാരണം നമ്മളതിൻ്റെ പൈതൃകം പേറുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ്. NC ചെത്തൊഴിലാളി യൂണിയൻ്റെ നേതാവെന്ന നിലയിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ജനങ്ങളുടെയും നേതാവായി അദ്ദേഹം വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ത്യാഗനിർഭരമായിട്ടുള്ള സമാനതകളില്ലാത്ത തരത്തിലുള്ള ത്യാഗം സഹിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും നേരിടേണ്ടി വന്നിട്ടുള്ള ഭീകരമായ അവസ്ഥകൾ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. കാരണം NC ഭീകരമായ മർദ്ദനമേൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും പോലീസിൻ്റെ മർദ്ദനമേൽക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിൻ്റെ കുടുംബം നേരിടേണ്ടി വന്ന പീഡനങ്ങൾ, അത് ആ കുടുംബം നേരിടേണ്ടി വന്ന പീഡനമാണെങ്കിലും നാടിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KK ദിവാകരൻ ബലിദാന ദിനം ആചരിച്ചു. കരയാമുട്ടം KK ദിവാകരന്റെ വസതിയിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണവും BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം നമുക്കറിയാം ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. പാർട്ടി പ്രവർത്തനത്തിലേക്ക് ചുമതലയിലേക്ക് അദ്ദേഹം എത്തുന്നത് VRS എടുത്തതിന് ശേഷമാണ്. ഒരു രാത്രിയിൽ നമ്മുടെ സഹപ്രവർത്തകർ ചെറിയ ആക്രമണത്തിൽപ്പെട്ട സമയത്ത് ആ വിവരമറിഞ്ഞ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഉള്ള യാത്രയുടെ ഇടയിൽ വെച്ചാണ് അദ്ദേഹം അക്രമികളുടെ കൈകളിൽ അകപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി ബലിദാനികളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മൾ. 56 ബലിദാനികളാണ് നമ്മുടെ ജില്ലയ്ക്കകത്തുള്ളത്. CPMന്റെ അക്രമ രാഷ്ട്രീയം ഇല്ലാതാക്കിയത് പട്ടാളത്തിൽ നിന്നും വിരമിച്ച ശേഷം സാമൂഹിക സേവനത്തിനിറങ്ങിയ ഒരു മനുഷ്യസ്നേഹിയെ ആയിരുന്നു എന്ന് ജസ്റ്റിൻ ജേക്കബ് അനുസ്മരിച്ചു. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു. ധനീഷ് മാടത്തിപ്പറമ്പിൽ, NK ഭീതിഹരൻ, രശ്മി ഷിജോ, ശിവൻ, രതീഷ് തൈവളപ്പിൽ, ഉണ്ണിമോൻ, ഷൈജു കൊട്ടുക്കൽ, സന്ദീപ് സോമദത്തൻ, പ്രദീപ് മുതിരപ്പറമ്പിൽ, ആനന്ദൻ PV, വാസുദേവൻ തെക്കിനടുത്ത്, ഉണ്ണികൃഷ്ണൻ ആളൂപ്പറമ്പിൽ, രാജു വടക്കെട്ടി, രഘുലാൽ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ബീച്ച് വളവത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, വൈകിട്ട് പെരുവാരം സന്തോഷ് മാരാരും 100-ൽ പരം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തോടുകൂടി പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, ഭഗവതി സേവ, രാത്രി തുടർന്ന് വീരനാട്യം, കൈകൊട്ടികളി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലി നാരായണൻകുട്ടി ശാന്തി, സുധൻ ശാന്തി, മേൽശാന്തി നിധിൻ എന്നിവർ മുഖ്യകാർമ്മികരായി. ക്ഷേത്രം ചെയർമാൻ ഭരതൻ വളവത്ത്, പ്രസിഡന്റ് സന്തോഷ് വളവത്ത്, സെക്രട്ടറി ഹരീഷ് വിശ്വംഭരൻ, വേലായുധൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്.
അഖിലേന്ത്യാ കിസാൻ സഭ നാട്ടിക മണ്ഡലം കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാറിനെയും ജില്ലാ സെക്രട്ടറി കെ കെ രാജേന്ദ്ര ബാബുവിനെയും ജില്ലാ പ്രസിഡന്റ് എം വി സുരേഷിനെയും പൊന്നാട ചാർത്തി സ്വീകരിച്ചു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബി ആർ മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ പെരിങ്ങോട്ടുകര കെ പി സ്മാരകത്തിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി എ വി സുരേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ, പ്രകാശൻ കാരാട്ടുപറമ്പിൽ, വിജയരാഘവൻ, സുജിന്ത് പുല്ലാട്ട്, ENR കൃഷ്ണൻ, ജയപ്രകാശ് അന്തിക്കാട്, രവി ബ്രാരത്ത്, ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. മാർച്ച് 22-ന് CK ചന്ദ്രപ്പൻ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ രാസവളക്ഷാമം പരിഹരിക്കാൻ കൃഷിവകുപ്പിന്റെ ഇടപെടൽ വേണമെന്ന് പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു. ബി ആർ മോഹൻദാസിനെ സെക്രട്ടറിയായും ബാബു വിജയകുമാറിനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതിമാരെ ആക്രമിച്ചയാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേലാഘോഷം ഭക്തിനിർഭരമായി. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നതിനെതിരെ ചെമ്മാപ്പള്ളിയിൽ BJP സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.